കർമ്മലകുസുമം 2026 ജൂലൈ ലക്കത്തിലേക്കുള്ള രചന. 2 മാർഗങ്ങൾ. ഇസ്രായേൽ ജനത്തിൻ്റെ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് ഉരുത്തിരിഞ്ഞ പ്രാർത്ഥനാഗീതങ്ങളാണ് സങ്കീർത്തനങ്ങൾ. സന്തോഷം, സന്താപം, കൃതജ്ഞത, വിജയം, ശത്രുഭയം, ആധ്യാത്മിക വിരസത, ആശങ്കകൾ എന്നിങ്ങനെ വിവിധ വികാരങ്ങൾ അതിൽ പ്രതിഫലിക്കുന്നു. തിരുനാൾ അവസരങ്ങളിലും തീർത്ഥാടന അവസരങ്ങളിലും ദേശീയമോ വ്യക്തിപരമോ ആയ വിജയങ്ങളും അത്യാഹിതങ്ങളും നേരിടുന്ന അവസരങ്ങളിലും മറ്റും ഉപയോഗിക്കത്തക്ക രീതിയിൽ യഹൂദരുടെ ഇടയിൽ അവയ്ക്ക് സ്ഥിരപ്രതിഷ്ഠ ലഭിച്ചു. സങ്കീർത്തനം 1 തലക്കെട്ട് 2 മാർഗങ്ങൾ എന്നാണ്. ഇവിടെ വ്യക്തമാകുന്ന 2 മാർഗങ്ങളിൽ 1 നീതിമാന്മാരുടെ മാർഗവും 2 ദുഷ്ടരുടെ മാർഗവുമാണ്. നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ ഈ 2 മാർഗങ്ങളിലും ചരിക്കാനുള്ള സാധ്യത വളരെയാണ്. ഏവരും നന്മയുടെ മാർഗം പഠിപ്പിക്കുവാനും പ്രസംഗിക്കാനും ഉത്സാഹികളാണ്. എന്നാൽ പലപ്പോഴും വ്യാപരിക്കുന്നത് ദുഷ്ടരുടെ മാർഗത്തിലായി പോയും. എന്നാൽ പലപ്പോഴും വ്യാപരിക്കുന്നത് ദുഷ്ടരുടെ മാർഗത്തിലായി പോകും. ലോക ചരിത്രം പരിശോധിച്ചാലും വ്യക്തികളുടെ ചരിത്രം അപഗ്രഥിച്ചാലും ഈ സത്യത്തിൻ്റെ മുമ്പിൽ നാം പകച്ചുപോകും. ഇവിടെ നമുക്ക് ഏക ആശ്വാസം ദൈവകൃപയിൽ ആശ്രയിച്ച് ജീവിതം നയിക്കുക എന്നത് മാത്രമാണ്. 1 സങ്കീർത്തനം ആരംഭിക്കുന്നത് വിചിത്രമായ ഒരു പ്രസ്താവനയോടെയാണ്. അതായത്, ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കുകയോ പാപികളുടെ വഴിയിൽ വ്യാപരിക്കുകയോ പരിഹാസകരുടെ പീഠങ്ങളിലിരിക്കുകയോ ചെയ്യാത്തവൻ ഭാഗ്യവാൻ എന്ന്. ഭാഗ്യവാൻ എന്ന പ്രയോഗം ശ്രദ്ധേയമാണ്. എപ്പോഴാണ് ആരാണ് ഭാഗ്യവാനാകുന്നത്? എല്ലാവർക്കും ലഭിക്കുന്നത് ഭാഗ്യമെന്ന് കരുതാനാവില്ല. ലോട്ടറിയിൽ 1 സമ്മാനം ഒരാൾക്ക് മാത്രമേ ലഭിക്കൂ. അപ്പോൾ അപൂർവം ചിലർക്ക് മാത്രം ലഭിക്കുന്ന ഐശ്വര്യമാണ് ഭാഗ്യം. അതായത്, ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കുക, പാപികളുടെ വഴികളിൽ വ്യാപരിക്കുക, പരിഹാസകരുടെ പീഠങ്ങളിൽ ഇരിക്കുക തുടങ്ങിയ കാര്യങ്ങൾ മുഴുവനോ അഥവാ ഈ 3 കാര്യങ്ങളിൽ ചിലതെങ്കിലുമോ ചെയ്യുന്നവരാണ് മിക്കവരും എന്നർത്ഥം. അങ്ങനെയല്ലാതെ ജീവിക്കുന്നവർ ഉണ്ടോ? ഉണ്ടെങ്കിൽ അവൻ ഭാഗ്യവാനാണ് എന്ന് സങ്കീർത്തകൻ നമ്മെ പഠിപ്പിക്കുന്നു. ഇങ്ങനെയുള്ള ഭാഗ്യവാന്മാരുടെ ആനന്ദം കർത്താവിൻ്റെ നിയമത്തിലാണ്. രാവും പകലും അവൻ അതിനെക്കുറിച്ച് ധ്യാനിക്കുന്നു. കർത്താവിൽ ആനന്ദം കണ്ടെത്തുന്നവരെ നമുക്ക് പരിചയപ്പെടുത്തുന്ന സങ്കീർത്തകൻ പറയുന്നു, അങ്ങനെയുള്ളവർ രാവും പകലും കർത്താവിൻ്റെ നിയമത്തെക്കുറിച്ച് ധ്യാനിക്കുന്നു എന്ന്. ആധുനിക തലമുറ നിയമാനുഷ്ഠാനത്തെ വലിയ ഒരു ആദർശമായിട്ടല്ല കരുതുന്നത്. നിയമങ്ങൾ അത്രയും മനുഷ്യ സ്വാതന്ത്ര്യത്തിൻ്റെ വഴികളിൽ വിലങ്ങുതടിയാകുന്നു എന്ന അർത്ഥത്തിൽ പലരും അസ്വസ്ഥരാണ്. നിയമമില്ലാത്ത ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ ജീവിതത്തെ സ്വപ്നം കാണുന്ന തലമുറ നിയമവ്യവസ്ഥയുടെ അരാജകത്വത്തെ അത്ര കണ്ട് അറിഞ്ഞ് അനുഭവിച്ചിട്ടില്ല എന്ന് സാരം. അതെങ്ങനെ സാധിക്കും? ഇത് യഹൂദരുടെ ചിന്തയാണെങ്കിലും സർവ്വജനപദങ്ങളെയും യഹൂദരുടെ കണ്ടെത്തലുകളിൽ അന്നും ഇന്നും എന്നും സ്വാധീനിക്കുന്നു എന്നത് ഒരു സത്യമാണ്. നിയമരഹിത രീതികൾക്ക്
ആര് എവിടെ മുറവിളി കൂട്ടിയാലും മുറവിളി കൂട്ടുന്നവർ തന്നെ നിയമവ്യവസ്ഥയ്ക്കായി ശബ്ദമുയർത്തേണ്ടി വരും. ഒന്നാം സങ്കീർത്തനത്തിലെ ഭാഗ്യവാൻ നീർച്ചാലിനരികെ നട്ടതും യഥാകാലം ഫലം തരുന്നതും ഇല കൊഴിയാത്തതുമായ വൃക്ഷം പോലെയാണ് എന്ന് പറയുന്നു. ഒപ്പം അവൻ്റെ പ്രവൃത്തികൾ സഫലമാകുന്നു എന്നുകൂടി സങ്കീർത്തകൻ കൂട്ടിച്ചേർക്കുന്നു. ഈ ചിന്ത ആവർത്തിക്കുന്ന വ്യക്തി അറിഞ്ഞോ അറിയാതെയോ അങ്ങനെയൊരാൾ ആവാൻ കൊതിച്ചു പോകും. സത്യത്തിൽ ക്രിസ്തുവിൽ ഈ വാക്യത്തിൻ്റെ സ്വാധീനം നമുക്ക് കാണാനാകും. വൃക്ഷത്തെ ഉണക്കിയ യേശു ഇലക്കൊഴുപ്പുള്ള വൃക്ഷത്തെയാണ് ഉണക്കിയത്. വരണ്ടുണങ്ങാറായ വൃക്ഷത്തെയല്ല. പക്ഷേ അത് ഫലം നൽകാതിരുന്നു എന്നൊരു ന്യൂനത ഈ ദുർവിധിക്ക് കാരണമായി. നമ്മിൽ വന്നു ചേരാതിരിക്കാൻ നാം സദാ ശ്രദ്ധിക്കേണ്ട ഒരു ആപത്തിനെയാണ് ഈ ഉദാഹരണം വ്യക്തമാക്കുന്നത്. ദുഷ്ടർ കാറ്റ് പറത്തുന്ന പതിര് പോലെയാണ് എന്നും അവന് ന്യായവിധിയെ നേരിടാൻ കഴിയുകയില്ലെന്നും പാപികളായവർക്ക് നീതിമാന്മാരുടെ ഇടയിൽ ഉറച്ചു നിൽക്കാനാവില്ലെന്നും സങ്കീർത്തകൻ പഠിപ്പിക്കുന്നു. ഇന്ന് നമുക്കെല്ലാം അറിയാവുന്നതല്ലേ ഇക്കാര്യങ്ങളെല്ലാം എന്ന് നമ്മൾ ന്യായമായും ചിന്തിച്ചു പോകും. എന്നാൽ ഒന്നാം സങ്കീർത്തനം നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മൾ നേരിടേണ്ടി വരുന്ന വിവിധ വിപത്തുകളെക്കുറിച്ച് മുൻകരുതലുള്ളവരാകണം എന്ന് ഉപദേശിക്കുന്നു. ഈശോയും പരിശുദ്ധ കന്യകാമറിയവും മാർ യൗസേപ്പ് പിതാവും തങ്ങളുടെ മതാനുഷ്ഠാനത്തിൻ്റെ ഭാഗമായി ഉപയോഗിച്ചിരുന്ന ഗീതങ്ങളാണ് സങ്കീർത്തനങ്ങൾ എന്ന് നമ്മൾ മറന്നു പോകരുത്. ക്രൈസ്തവരായ നമ്മൾ യഹൂദരുടെ ഈ പ്രാർത്ഥനകളെ അഥവാ ഗീതങ്ങളെ സർവ്വ ആരാധനകളിലും ദിവ്യബലികളിലും യാമപ്രാർത്ഥനകളിലും ആവർത്തിച്ചുപയോഗിച്ചും ധ്യാനിച്ചും വരുന്നു. സങ്കീർത്തനങ്ങളുടെ പ്രസക്തി മനുഷ്യൻ നന്മയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നിടത്തോളം കാലം നഷ്ടപ്പെടുന്നില്ല. ഒന്നാം സങ്കീർത്തനം ഒരു പാഠമാണ്, പ്രാർത്ഥനയാണ്, നിയമമാണ്. ആഗ്രഹവും മനുഷ്യർക്കിടയിൽ നിരന്തരം നിലനിൽക്കേണ്ട ചില മൂല്യങ്ങളുടെ മോഹവും സ്വപ്നവുമാണ്.